പരിശുദ്ധ ത്രിയേക ദൈവത്തെ പിന്നെയും സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ട് നമ്മുടെ അരുമനാഥനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ കർത്തദാസന്മാർക്കും എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ റെക്കോർഡിങ്ങോടെ കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഇനിയും നമ്മുടെ ക്ലാസ് 2026 ജനുവരി മാസം 2-ാം തീയതിയെ കാണുകയുള്ളൂ. എല്ലാ പ്രാദേശിക സഭകളിലും ഈ വർഷാവസാന യോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൗകര്യാർത്ഥമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നുവല്ലോ. ഈ വർഷം ഒരല്പം കൂടുതൽ ദിവസങ്ങളുണ്ട് എന്ന് മാത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ പുതിയ വർഷത്തിൽ വീണ്ടും നമുക്ക് സന്തോഷത്തോടെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കട്ടെ. അവിടെവിടങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ രോഗങ്ങൾ, ഓപ്പറേഷൻ, ദുഃഖങ്ങൾ, ആശുപത്രി ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ പിരിയാൻ പോകുന്നതെങ്കിലും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ പുതിയ വർഷം നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെയാകി ദൈവം തീർക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയോടെ സമാധാനത്തോടെ നമുക്ക് കണ്ടുമുട്ടി ആത്മീയ കൂട്ടായ്മയെ ആചരിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം എബ്രായ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യം നാം നോക്കിയത് ഇറ്റേണൽ, എന്നേക്കുമുള്ള, നിത്യമായ എന്ന അർത്ഥം വരുന്ന പ്രയോഗങ്ങളായിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് എബ്രായ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ബെറ്റർ. പല പദപ്രയോഗങ്ങൾ അതിന് നമ്മൾ പല വേർഷൻസിലും പല ഭാഷകളിലും കണ്ടിട്ടുണ്ട്. നല്ലത്, സവിശേഷം ആയത്, വിശേഷതയേറിയത് എന്നൊക്കെയുള്ള, ഏറെ നല്ലത് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നെങ്കിലും ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, പങ്കുവയ്ക്കാം. ഒന്നുമില്ലെന്ന് കരുതുന്നു. പുതിയത്, ന്യൂ എന്ന നിലയിൽ നമ്മൾ ഇന്നലെ കണ്ട പുതു നിയമം എന്നൊരു പ്രയോഗം നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പുതു നിയമം പ്രത്യേകിച്ച് പല ആവർത്തി അതുണ്ട്. യേശുക്രിസ്തുവിനെ പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ടും യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ പുതിയ നിയമത്തിൻ്റെ രക്തമായിട്ടും ഒക്കെ എബ്രായ ലേഖനം ചിത്രീകരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടുവല്ലോ. പല വാക്യങ്ങളിൽ നിന്നും വായിച്ചതുകൊണ്ട് ഇനിയും അത് വായിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ദൈവം മനുഷ്യനോട് ഒരു പുതിയ നിയമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് എബ്രായ ലേഖനം പ്രത്യേകിച്ച് 12-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറെ നല്ല
യാഗമാണ്. സ്തോത്രം. മൃഗങ്ങളുടെ പഴയ നിയമ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയ ദൈവപുത്രന്റെ യാഗം നമ്മൾ കണ്ടു. ആ യേശുക്രിസ്തു ഒരേ സമയം തന്നെ യാഗവസ്തുവാണെന്നും യാഗം കഴിച്ച മഹാപുരോഹിതനാണെന്നും യേശുക്രിസ്തു തന്നെ ദേവാലയം മന്ദിരമാണെന്നും ഒക്കെ നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ യാഗം ഏറ്റവും ശ്രേഷ്ഠമായതും അത് നിമിത്തം പുതിയ ഒരു നിയമം സ്ഥാപിക്കപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടുവല്ലോ. നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാം അടുത്ത നമ്മുടെ ക്ലാസ്സിൽ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നും കൂടെ നമ്മൾ 1-ാം അധ്യായത്തിൽ തുടരുകയാണ്. 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, ദൂതന്മാരെക്കാൾ ക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ അവിടെ കണ്ടു. പുത്രൻ എന്ന നിലയിലും സ്ഥാനം കൊണ്ടും ഒക്കെ അത് നമ്മൾ 18ഓളം കൂട്ടം കാര്യങ്ങൾ അതിൽ ചിന്തിക്കുകയുണ്ടായി. മറ്റൊരു വസ്തുത, നമ്മൾ ദൈവപുത്രനെ കുറിച്ച് നോക്കിക്കൊണ്ടിരുന്നത് അവിടെ നിന്നായിരുന്നു നമ്മൾ നിത്യം എന്നതിലേക്ക് തിരിഞ്ഞുപോയത്. അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. 1:8. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. സ്തോത്രം. പിതാവായ ദൈവം പുത്രനോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പുത്രനോട് അരുളി ചെയ്യുന്ന, പുത്രനെക്കുറിച്ച് പുത്രനോട് തന്നെ പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനത്തിൽ നിന്നായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 3-4 ക്ലാസ്സുകൾ തിരിഞ്ഞു പോയത്. അവിടെ നമ്മൾ കണ്ടു, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. ക്രൈസ്റ്റ് ത്രോൺ ഈസ് ഇറ്റേണൽ, നിത്യം. അവിടെ നിന്നാണ് എബ്രായ ലേഖനത്തിൽ ഇറ്റേണൽ അല്ലെങ്കിൽ ഫോർ എവർ, അൺഎൻഡിങ്, നിത്യമായത്, എന്നേക്കുമുള്ളത് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയത്. അവയെല്ലാം നമ്മൾ കണ്ടല്ലോ. അതിലേറ്റവും പ്രധാനമായിട്ടും നമ്മൾ കണ്ട 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, 8-ാമത്തെ വാക്യത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ രാജത്വം നിത്യമാണെന്നുള്ളത്. ആ രാജത്വത്തെയാണ് സിംഹാസനം കൊണ്ടും ചെങ്കോല് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ദ സ്കെപ്ചർ ആൻഡ് ദ ത്രോൺ, ദീസ് 2 things denote to the kingship or the royalty of Jesus Christ. ചെങ്കോലും സിംഹാസനവും യേശുവിൻ്റെ രാജത്വത്തെ കുറിക്കുന്നു. രണ്ടും അധികാരത്തെയും പദവിയെയും കാണിക്കുന്നതാണ്. ത്രോണോസ്, ത്രോൺ. ഗ്രീക്കിലെ ത്രോണോസിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ത്രോണും, ഇംഗ്ലീഷിലെ ത്രോണിൽ നിന്നാണ് നമ്മുടെ മലയാളത്തിലെ സിംഹാസനം എന്ന പദവും ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പം അത് ക്രിസ്തുവിൻ്റെ നിത്യ രാജത്വത്തെ കാണിക്കുന്നതാണ്. നിത്യ രാജത്വം. സ്തോത്രം. നിത്യരാജത്വം. യേശുക്രിസ്തു പണ്ട് തന്നെ രാജാവാണ്. സ്തോത്രം. യേശുവിൻ്റെ മനുഷ്യത്വത്തിലൂടെ
ഭൂമിയെയും മനുഷ്യരെയും ഭരിക്കുവാനുള്ള മൗലിക അവകാശവും കൂടെ നേടിയെടുത്തു എന്നേ ഉള്ളൂ, മനുഷ്യനായതുകൊണ്ട്. യേശുവിൻ്റെ മനുഷ്യത്വത്താൽ ഒരു മൗലികമായ അവകാശവും കൂടെ കർത്താവിന് ഭരണം നടത്തുവാനായിട്ട് ലഭിച്ചു എന്നേ ഉള്ളൂ. നാം ആ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ യേശുവിൻ്റെ രാജത്വം നിത്യമാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ കൂടെ 10 തൊട്ട് 12 വരെ കൂടെ വായിച്ചാട്ടെ. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് യേശുക്രിസ്തു അനന്യൻ. മുമ്പ് നമ്മൾ കണ്ടത് ക്രിസ്തുവിൻ്റെ രാജത്വം നിത്യം. ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തു നിത്യൻ, സനാതനൻ. സനാതനൻ, ക്രൈസ്റ്റ് ഈസ് ഇറ്റേണൽ. നീയോ അനന്യൻ, നീയോ അനന്യൻ, മാറിപ്പോകാത്തവൻ. സ്തോത്രം. ലോകത്ത് ദൈവങ്ങൾ എന്ന് പേരെടുത്ത പലരുണ്ട്, പലതുണ്ട്. എന്നാൽ സാക്ഷാൽ ദൈവം ഒരാൾ മാത്രമേ ഉള്ളൂ എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ആ സാക്ഷാൽ ഏക ദൈവത്തിൻ്റെ ഒരു വിശേഷപ്പെട്ട പ്രത്യേകതയാണ് താൻ അനന്യനായിരിക്കുക എന്നുള്ളത്, മാറ്റമില്ലാത്തവനായിരിക്കുക എന്നുള്ളത്. തൻ്റെ ആളത്വത്തിൽ, അസ്തിത്വത്തിൽ, സ്വഭാവത്തിൽ, ഇടപെടലുകളിൽ ഒന്നിലും മാറ്റമില്ലാത്ത ഒരു ദൈവം, അചഞ്ചലനായി നിൽക്കുന്ന ഒരു ദൈവം, അനന്യനായി നിൽക്കുന്ന ഒരു ദൈവം, അനന്യനായി നിൽക്കുന്ന ഒരു ദൈവം. സ്തോത്രം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ എന്ന് പറയണ്ട, ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞാൽ തന്നെ അത് ശരിയാകും. സാക്ഷാൽ ദൈവത്തിൻ്റെ, ദൈവങ്ങളെന്ന് പേരെടുത്തവയുടെ കാര്യമല്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ പ്രത്യേകതയാണത്. നിത്യൻ എന്നുള്ളത്, നിത്യത്വം എന്നുള്ളത്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രത്യേകതയാണത്. സ്തോത്രം. നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണെങ്കിലും 13-8 വാക്യവും കൂടെ ഒന്ന് വായിച്ചോളൂ. 13:8. 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. സ്തോത്രം. അനന്യൻ തന്നെ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവിടെ 1-10 വാക്യത്തിലും നമ്മൾ അതാണ് കാണുന്നത്. സ്തോത്രം. ദൈവമേ അല്ലെങ്കിൽ കർത്താവേ, ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ടാണ്, ക്രിസ്തുവിനെയാണ് സംബോധന ചെയ്യുന്നത്. ദൈവമേ അല്ലെങ്കിൽ കർത്താവേ, അങ്ങയുടെ കരങ്ങളാണ് ഇവയെല്ലാം വിരിച്ചത്, എല്ലാം സൃഷ്ടിച്ചത്. നമ്മളത് കണ്ടു. സ്തോത്രം. യേശു ക്രിസ്തുവിനാലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നാം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ തന്നെ കണ്ടതാണല്ലോ. അപ്പോൾ യേശു ക്രിസ്തു ഇവയെല്ലാം സൃഷ്ടിച്ചു. പക്ഷേ കർത്താവ് സൃഷ്ടിച്ചതാണെങ്കിലും
ഈ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം തന്നെ മാറ്റത്തിന് അധീനപ്പെട്ടിരിക്കുന്നു. The eternal God has created. He has created everything, the whole of the universe. Even though the eternal, unchangeable, and immovable God created everything, they are liable for changes. ഈ സൃഷ്ടിക്കപ്പെട്ട മുഴുപ്രപഞ്ചവും മാറ്റത്തിന് വിധേയമാണ്. അവയെല്ലാം പഴകിപ്പോകും. ഉടുപ്പുപോലെ നീ അവയെ മാറ്റും, വസ്ത്രം പോലെ നീ അവയെ ചുരുട്ടും. പല പ്രയോഗങ്ങളാണ് നാം അവിടെ കാണുന്നത്. ഈ സൃഷ്ടിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരതയെ കാണിക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ മാറ്റത്തെ കാണിക്കുന്നു. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവോ, സ്രഷ്ടാവായ കർത്താവോ സൃഷ്ടിയെപ്പോലെ മാറുന്നവൻ അല്ല. യാക്കോബും അതേക്കുറിച്ച് പറയുന്നു. 1:17 ജെയിംസ് 1:17. ദാനവും എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. സ്തോത്രം. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നമ്മുടെ ദൈവത്തിന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന് നാം ഇവിടെ കാണുകയാണ്. സ്തോത്രം. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് അനന്യൻ എന്ന ആശയത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വസ്തുതയാണ് നാം ഇവിടെയും കാണുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് വികാരമില്ല എന്ന ഒരു ചിന്ത ചിലർക്ക് ഈ വാക്യം വായിക്കുമ്പോൾ ഉണ്ടാകും. ഒരു വികാരവും ഇല്ലാത്ത ആളാണോ നമ്മുടെ ദൈവം എന്ന ഒരു ചിന്തയ്ക്ക് ഒരുപക്ഷെ സാധ്യതയുണ്ട്. അങ്ങനെയല്ല ആ വാക്യത്തിന്റെ അർത്ഥം. സ്തോത്രം. അവിടെ വികാരം, ഇംഗ്ലീഷിൽ അതൊന്ന് വായിക്കാമോ? Every good and perfect gift is from above, coming down from the Father of the heavenly lights, who does not change like shifting shadows. Who does not shifting like changing shadows. ആംപ്ലിഫൈഡ് ആയിരുന്നു അത്. NIV പാസ്റ്റർ വായിച്ചേ. ഓക്കെ. ESV വായിക്കണോ? ACVയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫാദർ ഓഫ് ലൈറ്റ്സ് with whom there is no variation nor shadow of turning. ആംപ്ലിഫൈഡിൽ കാണുന്നത് അത് തന്നെ. whom there can be no variation or shadow cast by his turning. മലയാളത്തിൽ വികാരം എന്ന് എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല.
ഇംഗ്ലീഷിൽ പല വേർഷൻസ് വായിച്ചാലും അവിടെങ്ങും ദൈവം അങ്ങനെ ഇമോഷൻ ഇല്ല, ഇല്ലാത്തയാൾ. എന്തോ അങ്ങനെ എങ്ങും ഇല്ല. യാ എങ്ങുമില്ല. മലയാളത്തിൽ എങ്ങനെയാണോ വികാരമെന്ന് വന്നത്, ഒരുപക്ഷെ ആ, ഉദ്ദേശിച്ചത് മലയാളം വിവർത്തനം ചെയ്തവര് വികാരം എന്ന പദം അവിടെ ഉപയോഗിക്കാൻ കാരണമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്, ഈ വികാരജീവികൾക്ക് നിമിഷാർത്ഥങ്ങളിൽ അവരുടെ വികാരങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അത് വെച്ചുകൊണ്ട് തന്നെ അർത്ഥം ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ മലയാളത്തിലേക്ക് വന്നപ്പോൾ നമ്മളതിനെ വല്ലാതെ മനസ്സിലാക്കി പോകുന്നു എന്നേ ഉള്ളൂ. ദൈവത്തിന് വികാരമില്ലെന്നല്ല, ദൈവം വികാരങ്ങൾക്കനുസരിച്ച് പ്രകൃതം സമയാസമയങ്ങളിൽ മാറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ വികാരജീവികളാ. ചിലപ്പം സ്നേഹം, ചിലപ്പം ദേഷ്യം, ഇതൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ലേ, ആള് വലിയ മൂടിയാ. മക്കള് തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി കാണിക്കാൻ വേണ്ടി അമ്മ പറയും, നിക്കേ നോക്കട്ടെ പപ്പയുടെ മൂഡ് ശരിയാകുമ്പം കൊണ്ട് കൊടുത്താൽ മതിയെന്ന്. ചില ഭാര്യമാര് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഭർത്താക്കന്മാരോട് ചെന്ന് പറയുന്നത് ഇതുപോലെ മൂഡ് നോക്കിയ. അതിനാണ് വികാരം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിന് പ്രത്യേകിച്ച് മൂഡൊന്നും ഇല്ല. ദൈവത്തിൻ്റെ മൂഡ്, ദൈവത്തിൻ്റെ മനസ്സ് വികാരങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. സ്തോത്രം. അത് ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിഴലുകൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു പോസ്റ്റ്, ഒരു തൂണ്, പക്ഷേ അതിൻ്റെ നിഴലിന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ മാറ്റങ്ങളുണ്ട്. കാരണം വേരിയേഷൻ, ദെയർ ക്യാൻ ബി നോ വേരിയേഷൻ. ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് നോ വേരിയേഷൻ. എന്നിട്ട് അതിന് ഒരു ഫുട് നോട്ട് ഉണ്ട്, റൈസിങ് ഓർ സെറ്റിംഗ്. സൂര്യോദയത്തിങ്കലും സൂര്യാസ്തമനത്തിങ്കലും നിഴലുകൾക്ക് വ്യത്യാസം വരുന്നത് പോലെ ദൈവത്തിന് രാവിലെയും വൈകിട്ടുമൊന്നും അങ്ങനെ വ്യത്യാസങ്ങൾ ഇല്ല. എന്ന് വെച്ചാൽ ദൈവം എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെ നിലകൊള്ളുന്നു. ഒരേപോലെ തന്നെ നിലകൊള്ളുന്നു. സ്തോത്രം. ട്രാഫിക് പോലീസുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉച്ച സമയത്തും ട്രാഫിക്കുള്ള സമയത്തും ഒക്കെ അവരുടെ കയ്യിൽ ചെന്ന് പെട്ടാൽ ഊരിപ്പോരാൻ പ്രയാസമാണ്. ഈ പാവങ്ങള് വെയിലെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ ട്രാഫിക്കിൽ നിന്ന്. ചൂടും ട്രാഫിക്കും ഇതെല്ലാം കൊണ്ട് അങ്ങ് സഹികെടും. ആ സമയത്തെങ്ങാനും കയ്യിൽപ്പെട്ടാൽ അവരുടെ ദേഷ്യം എല്ലാം കൊണ്ട് തീർക്കുമെന്ന് ആൾക്കാർ പറയുന്നത്. അതേസമയം രാവിലെയൊക്കെ ആണെങ്കിൽ അവർ കുറെ കൂടെ മയമുള്ളവരായിരിക്കും, ഫ്രഷായിട്ട് വന്ന് നിൽക്കുക, ഇത് വലിയ ടെൻഷനൊന്നും ഇല്ല എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ദൈവത്തിന് എന്തില്ല? മാറ്റമില്ല. വികാരത്താലുള്ള മാറ്റങ്ങളൊന്നും ദൈവത്തിൽ അത് വിധേയമല്ല. ദൈവം അങ്ങനെയുള്ള വികാരമാറ്റങ്ങൾക്ക് വിധേയനല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഒരു ചോദ്യം അത് ഞാനൊന്ന് നോക്കുകയാണ്. അതിങ്ങനെയാണ്, നമ്മുടെ
may ask a question out of topic regarding the meaning of a verse explained in English and Malayalam due to Malayalam and English translation. Yesterday we were discussing here during. Okay. Anyhow, you may please ask. If it is related something to our topic, we will take it. Otherwise, we'll reply personally. Anyway, you can just put it. അപ്പം ആ ചോദ്യം വരുന്നത് വരെ. Can I ask? Yeah, please. Okay, it is from Psalms 127, verse 2. In English, it is, "In vain you rise early and stay up late, toiling for food to eat, for he grants sleep to those he loves." The second part, "for he grants sleep to those he loves." In Malayalam, it is another meaning. Is it the same meaning? തൻ്റെ ഭക്തന് അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഉറക്കത്തിൽ കൊടുക്കുന്നു. Yeah. It's out of That talk. is, yeah. There are a couple of verses like that. അതിനെക്കുറിച്ചും ആ രണ്ട് വ്യാഖ്യാനങ്ങളും, അതായത് ഈ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഈ പല ട്രാൻസ്ലേഷൻ ഡിഫറൻസസും വരുന്നത്. There are different manuscripts available. So which manuscript, which Bible is using to translate is the basis for these sort of translation differences. And also in Hebrew language especially, there is no vowels. No vowels. And also, Hebrew language is very much lesser wealth of words, but so vast wealth of meaning. Hebrew language has limited words, but unlimited meanings. Also has no vowels, and therefore in many cases as a copywriter of the manuscript understands that vowel, because there is no particular vowels for that language, and the scholar, the writer, the reader apply some vowels there, and in that words may little bit change, and that is the key reason for this difference in translation. And therefore even for Psalms 127:2, both of these translations are there. Even in English, some versions say the Lord gives sleep for his devotee or those who fear him, and in some gives in sleep. It should be gives sleep, sound sleep, despite his life issues. അപ്പം തൻ്റെ ഭക്തന് യഹോവ ഉറക്കം കൊടുക്കുന്നുവെന്നാണോ ഉറക്കത്തിൽ കൊടുക്കുന്നുവെന്നാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ചില ഭാഷകളിൽ ഉറക്കം കൊടുക്കുന്നുവെന്നാണ് 127 സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ. എന്നാൽ ചിലതിൽ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇത് രണ്ടും നമ്മുടെ പ്രസംഗകരെടുത്ത് പറയാറുണ്ട്. രണ്ടായാലും വലിയ തെറ്റതിൽ പറയാനില്ല. എബ്രായ ഭാഷയ്ക്ക് സ്വരാക്ഷരങ്ങളില്ലാത്തതുകൊണ്ട് ആ ഭാഷ വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നവർ കൊടുക്കുന്ന ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളാണ് വരാറുള്ളത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ചില വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ ഇതുപോലെ കാണുക സ്വാഭാവികമാണ്. അത് ഈ കൈയെഴുത്തു പ്രതികളുടെ അക്ഷരങ്ങളെയോ ഈ സ്വരങ്ങളെയോ ഉദ്ദേശിക്കുന്നതിൽ വന്നിട്ടുള്ള
എന്താണ് പറയുന്നത്, തർജ്ജമയിലെ അല്പ വ്യത്യാസങ്ങളാണ്. അത് രണ്ടും നമുക്ക് സ്വീകരിക്കാം. കൂടുതൽ സാധ്യത ഇംഗ്ലീഷിൽ ഉള്ളത് തന്നെയാണ്. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ഉറക്കം കൊടുക്കുന്നു. ഇനിയല്ല ഒരാൾ പറയാ ഉറക്കത്തിൽ, ശരിയാ, ഒരുത്തൻ നനയാത്ത നിമിഷത്തിൽ അവൻ അതിനു വേണ്ടി അധ്വാനിക്കാതിരിക്കുക തന്നെ കർത്താവ് അവന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റില്ല. അപ്പോൾ ഇതുപോലെയുള്ള തർജ്ജമയിലെ ചില പെശകുകൾ അവിടെ ഇവിടങ്ങളിലുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മൂലഭാഷ, പ്രത്യേകിച്ച് എബ്രായ ഭാഷ പദസമ്പത്ത് കുറവാണ്. അപ്പോൾ തന്നെ അർത്ഥവ്യാപ്തി വളരെ കൂടുതലുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു മേജറായ അതുപോലെയുള്ള ചില ഭാഗങ്ങൾ നമ്മുടെ രക്ഷയെയോ ഉപദേശത്തെയോ ബാധിക്കുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് പല വേർഷൻസ് നമുക്ക് പരിശോധിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. അത് യഹോവ തൻ്റെ ഭക്തന്മാർക്ക് ഉറക്കം കൊടുക്കുന്നു എന്നുള്ളത് തന്നെ കൂടുതൽ അർത്ഥവത്തായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഉറക്കം വരാത്ത, ഉറക്കത്തെ കെടുത്തിക്കളയുന്ന സന്ദർഭങ്ങൾ ഉള്ളപ്പോഴും അവൻ തൻ്റെ ഭക്തന്മാർക്ക് ഉറക്കം കൊടുക്കുന്നു എന്നുള്ളത് കൂടുതൽ അഭികാമ്യമായിട്ട് നമുക്കെടുക്കാം. അല്ല മറ്റൊരാൾക്കല്ല ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നുള്ളത് ആശ്ചര്യം തോന്നുന്നെങ്കിൽ അത് വായിക്കോട്ടെ, കുഴപ്പമില്ല. 59-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. 2 പ്രാവശ്യം ആവർത്തിച്ച് ഭക്തൻ അവിടെ പറയുന്നു ശത്രുക്കളെക്കുറിച്ച്. 6-ാമത്തെ വാക്യത്തിലും അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലും സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു, നായെപ്പോലെ കുരിശും കൊണ്ട് അവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു. ശത്രുക്കളെ കുറിച്ച് നായെപ്പോലെ കുരിശും കൊണ്ട് അവർ 6-ാം വാക്യത്തിൽ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായൊരു ചിത്രമാണ്. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു, തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. പക്ഷേ അടുത്ത വാക്യം കണ്ടോ, വേഴ്സ് 19, ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. ഭക്തനെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്ന ദുഷ്ടന്മാർ ഭക്ഷണത്തിനു വേണ്ടി ഉഴന്ന് നടക്കുന്നു, നായെപ്പോലെ കുരച്ചും കൊണ്ട് നടക്കുന്നു, സന്ധ്യാസമയം തൊട്ട് രാത്രി മുഴുവനും. എന്നാൽ അവർ അലഞ്ഞു തിരിഞ്ഞ് ആരെ പിടിക്കാൻ വേണ്ടി നടക്കുന്നു, ആ ഭക്തൻ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ മറവിൽ സുഖമായിട്ട് ഉറങ്ങുന്നു. അവനൊരു ഭയവുമില്ല. ആ നിർഭയത്വം നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ 23-ാം സങ്കീർത്തനത്തിലും ശത്രുക്കൾ മുൻപാകെ നീ എനിക്ക് മേശയൊരുക്കുന്നു. ആ 2 അർത്ഥവും നമുക്കവിടെ സ്വീകരിക്കാം. ഉറങ്ങാനൊക്കാതെ, തൃപ്തിയാകാതെ, രാത്രി മുഴുവനും പലതിനും വേണ്ടി ശത്രുക്കൾ പരതി നടക്കുമ്പോൾ, ദുഷ്ടന്മാർ പരതി നടക്കുമ്പോൾ, ഭക്തന്മാർക്ക് കർത്താവ് തൻ്റെ ചിറകടിയിൽ സുഖകരമായ വിശ്രമം നൽകുന്നു. അപ്പോൾ തന്നെ ശത്രുക്കൾ മുൻപിൽ പോലും അവർക്ക് വേണ്ടതെല്ലാം കർത്താവ് കരുതുന്നു എന്ന അർത്ഥം നമുക്കവിടെ സ്വീകരിക്കാം. മാനുസ്ക്രിപ്റ്റ്സിലെ വ്യത്യാസമാണത്. സ്തോത്രം. അപ്പോൾ അതുപോലെയുള്ള ഒരു എന്തോ ആംപ്ലിഫൈഡിനകത്ത് മാത്രം ബിലവഡ് ഇൻ സ്ലീപ്പ് എന്നാ, മറ്റേ NIV ESV എല്ലാം ഗിവ് സ്ലീപ്പ് എന്നേ ഉള്ളൂ. ആ 2 അർത്ഥവും അതിനകത്തിലുണ്ട്. So, Pastor, മാനുസ്ക്രിപ്റ്റിന്റെ
മാനുസ്ക്രിപ്റ്റിന്റെ അനുസരിച്ച് രണ്ട് രീതിയിലും തർജ്ജമ ചെയ്യാം. In regard to verse 2 itself, like, isn't it more meaningful with the Malayalam translation? ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് ഇൻ സ്ലീപ്പ് എന്ന മലയാളത്തിൽ. Yeah, so when we read it together, in vain you rise early and stay up late, toiling for food to eat. So isn't it more meaningful when it is in the Malayalam version, I'm asking? Because it is talking about toiling and rising up early to work hard, but to his loved ones he will give, is it that way? Yeah, that is also is there, that our toiling is in vain. Even when our toiling is in vain, the Lord provides for his people, even when he is not working hard for or searching these things for. So both meanings are applicable there and apt there. രണ്ടർത്ഥങ്ങളും നമുക്ക് അവിടെ ഒന്നിനേക്കാൾ മെച്ചം എന്ന് പറയത്തക്കതുപോലെ ആപ്ലിക്കബിൾ ആണ്. കഠിനാധ്വാനം ചെയ്യുക, അധികാലത്തെ എഴുന്നേൽക്കുക, എന്നിട്ടും ഒന്നും ഇല്ലാതിരിക്കുക, പക്ഷേ തൻ്റെ ഭക്തന്മാർക്ക് ഇതൊന്നും ഇല്ലാതെ ഉറക്കത്തിൽ പോലും അവർക്ക് വേണ്ടത് കൊടുക്കുന്നു എന്ന അർത്ഥവും അവിടെ നന്നായിട്ട് ചേരും. അപ്പോൾ തന്നെ ഉറക്കം പോലും ഇല്ലാതെ അധികാലത്തെ എഴുന്നേറ്റ് വളരെ കഠിനാധ്വാനം ചെയ്ത് വളരെ വൈകി കിടന്നുറങ്ങുന്നവർക്ക്, അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ യഹോവ ഭക്തന്മാർക്ക് അവൻ നല്ല ഉറക്കം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അവിടെ ഇവിടെ അലഞ്ഞു തിരിയാതെ തന്നെ അവർക്ക് വേണ്ടതൊക്കെ കർത്താവ് കൊടുക്കുന്നു. അപ്പൊ രണ്ടർത്ഥവും അവിടെ ഒരുപോലെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്, സ്യൂട്ടബിൾ ആണ്. ബോത്ത് ആർ വെരി മച്ച് സ്യൂട്ടബിൾ. രണ്ടായാലും നമുക്ക് അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പ്രയാസമില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ദൈവം നിത്യ. യാക്കോബ് പറയുന്നതും അത് തന്നെയാണ്. സ്വഭാവത്തിൽ പോലും ദൈവത്തിന് എന്തില്ല? മാറ്റങ്ങളില്ല. നമുക്കൊക്കെ ആണെങ്കിലോ പ്രായത്തിനനുസരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ മാറും. നമ്മൾ പലരുടെയും കുഞ്ഞു സമയത്തൊന്നും നമ്മൾ TV കണ്ടവരല്ല. എന്നാലും ശരി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാലും ഒരു പ്രായം വരെ അവർക്ക് കാർട്ടൂണുകളായിരുന്നു ഇഷ്ടം. അത് കഴിഞ്ഞപ്പോൾ സ്പോർട്സായി, ഗെയിംസായി, എന്റർടൈൻമെന്റ്സായി. എന്നാൽ പ്രായം കൂടുന്തോറും അവരുടെ അതിൻ്റെയൊക്കെ രുചികൾ മാറി മാറി വരും. ഭക്ഷണത്തിൻ്റെ രുചികൾ മാറി മാറി വരും. ഉറക്കത്തിൻ്റെ സുഖങ്ങൾ മാറി മാറി വരും. വണ്ടി ഓടിക്കുന്നതോ, ഒരു സമയത്ത് 90-ലും 100-ലും കുറഞ്ഞ് ഓടിക്കാതിരുന്ന അച്ചായിമാരൊക്കെ ഇപ്പം അല്പം പ്രായമായപ്പം 40-ന് മുകളിലോട്ട് വണ്ടി വിടത്തില്ല. ഇതെല്ലാം നമ്മുടെ ഈ ക്ഷണികതയുടെ പ്രത്യേകതകളാണ്. നമ്മളൊക്കെ നശ്വരന്മാരായതുകൊണ്ട്, നിത്യരല്ലാത്തതുകൊണ്ട്, ജരാനരകൾ ബാധിക്കുന്നത് കൊണ്ട് നമ്മുടെ അഭിരുചികൾക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈവൻ ക്രൈസ്തവ മണ്ഡലത്തിൽ തന്നെ ഓരോ പ്രായത്തിലുള്ളവരും
കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രസംഗകർക്ക് വ്യത്യാസങ്ങളുണ്ട്, പ്രസംഗത്തിന് വ്യത്യാസമുണ്ട്, പാടുന്ന പാട്ടിന് വ്യത്യാസമുണ്ട്, ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കിന് വ്യത്യാസമുണ്ട്, അല്ലേ? പക്ഷെ ഇങ്ങനെ ഒന്നുമുള്ള വ്യത്യാസങ്ങൾ ആർക്കില്ല? ദൈവത്തിനില്ല. കാരണം ദൈവത്തിന് പ്രായമാകുന്നതേ ഇല്ല. എന്നും ഒരേ പ്രായമാണ് ദൈവത്തിന്. നമ്മളാണെ ദീർഘായുസ്സോടിരിക്കുക എന്ന് പറയുമ്പോഴും അങ്ങ് വയസ്സ് മൂത്ത് 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 വരിക. ദൈവത്തിന് അങ്ങനില്ല. ദൈവത്തിന് പ്രായമാകുന്നില്ല. ഇതാണ് നമ്മുടെ ദീർഘായുസ്സും ദൈവത്തിന്റെ നിത്യത്വവും തമ്മിലുള്ള വ്യത്യാസം. See the difference between God's eternality and our longevity. Even though a human being may live for years and years, he will be growing older and older. Even though he is not dying, but he is growing older and older. But God's eternality is not so. God is not at all growing every year or every day. God is the same yesterday, today, and forever. മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നമ്മുടെ ആദാമപ്പച്ചൻ ഇന്ന് ജീവനോടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്ന് തൊട്ട് ഇന്ന് വരെ എത്ര വർഷമായോ അത്രയും വർഷത്തെ പ്രായം ഉണ്ടായനെ. ഓരോ ദിവസവും അല്ലെങ്കിൽ വർഷവും കഴിയും തോറും നമ്മുടെ ആദാമപ്പച്ചൻ വളർന്നുകൊണ്ടേയിരുന്നേനെ. എന്ന് വെച്ചാൽ വയസ്സനായിക്കൊണ്ടേയിരുന്നേനെ, വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരുന്നേനെ. എന്നാൽ അങ്ങനെ ഒരു വളർച്ച ആർക്കില്ല? ദൈവത്തിനില്ല. ദൈവത്തിന് മനുഷ്യനുള്ളതുപോലെ, ഒരു ദീർഘായുസ്സുള്ള മനുഷ്യനുള്ളതുപോലെ വളർച്ചയില്ല. അതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവം അനന്യൻ അഥവാ ഒരുപോലെയുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോലെ ദൈവത്തിനും വളർച്ച ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നേനെ. നമ്മുടെയൊക്കെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നത് പോലെ. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. കാരണം ദൈവത്തിന് മനുഷ്യനെ പോലെ വളർച്ചയില്ല. അവൻ എന്നും ഒരേപോലെ തന്നെ നിൽക്കുന്നു. God is eternal, and therefore his nature, characteristics never changes. Nothing to improve in God. ദൈവത്തിൽ എന്തെങ്കിലും ഇനിയും ശരിയാകാനായിട്ടൊന്നുമില്ല. മച്വറാകാനായിട്ട്, പക്വത പ്രാപിക്കാനായിട്ട് ദൈവത്തിൽ ഒന്നുമില്ല. സ്തോത്രം. അവൻ പൂർണ്ണനാണ്, ദൈവം നിത്യനാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. When we say God is eternal, he is perfect. പൂർണ്ണനാണ്. സ്തോത്രം. Nothing is there in God to be improved. സ്തോത്രം. ഇംപ്രൂവ് ആകാനായിട്ട്, നന്നാകാനായിട്ട് ദൈവത്തിൽ ഒന്നുമില്ല. സ്തോത്രം. നമ്മള് ചിലരെ കുറിച്ചൊക്കെ പറയുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുന്നേ, ഇച്ചിരൂടെയൊക്കെ വളരുമ്പോൾ അങ്ങ് ശരിയാകുന്നേ, അല്പം കൂടെയൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ, അല്പം കൂടെയൊക്കെ കഴിയുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ആവും, റെഡിയാവും. ഇപ്പം ഡ്രൈവിങ് പഠിച്ചതല്ലേ ഉള്ളൂ, പുതിയ ഡ്രൈവറാ, അങ്ങ് മാറും.
പുതിയ ഡ്രൈവറാ, പുതിയ പാസ്റ്ററാ, ഇപ്പം പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അങ്ങ് മാറും. അപ്പം എന്ന് വെച്ചാൽ ഉണ്ട്, കാലത്തിൻ്റെ പഴക്കത്തിനനുസരിച്ച് ആളങ്ങ് ശരിയായിക്കൊള്ളുന്നു. കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഞങ്ങളുടെ റീജിയണിൽ തന്നെ ഈ ട്രാൻസ്ഫറിൻ്റെയൊക്കെ സമയം വന്നപ്പം പണ്ടൊന്നും ഇല്ലാത്തതുപോലെ ഇപ്പം ക്യാൻവാസിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ചർച്ചുകാർ ഓഫീസിനെ, കൗൺസിലിനെ ക്യാൻവാസ് ചെയ്യും, പാസ്റ്റർമാർ ചെയ്യും. പാസ്റ്റർമാർ ചില ചർച്ചുകളെ ചാക്കിടും, എന്നെ വേണമെന്ന് ആവശ്യപ്പെടണം. ചില ചർച്ചുകൾ പാസ്റ്റർമാരെ വന്ന് ചാക്കിടും. ഇന്നിപ്പോൾ എല്ലാം അങ്ങനെ നടക്കുന്നത്. ഏതാണ്ട് 90-95% അങ്ങനെയാണ്. അങ്ങനെ ഒരു ചർച്ചിലെ ഒരിടത്തെ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ഞങ്ങളുടെ റീജിയനിൽപ്പെട്ട ഒരു ചർച്ചാണ്, നമുക്ക് ഇന്ന പാസ്റ്ററിനെ നമ്മുടെ പാസ്റ്ററായിട്ട് ആവശ്യപ്പെടാം എന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ചിലെ ഒരു കൂട്ടർ, കമ്മിറ്റിയിലെ ഒരു കൂട്ടർ പറഞ്ഞു, ആള് കൊള്ളാം, പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റാ പുള്ളി, അതുകൊണ്ട് നമ്മുടെ ഇവിടെ വന്നാൽ ശരിയാകത്തില്ലെന്ന്. അപ്പോൾ കമ്മിറ്റിയിലെ ഒരാൾ പറഞ്ഞു, ആള് പണ്ട് സ്ട്രിക്റ്റ് ആയിരുന്നു, ഇപ്പോഴേ ഇത്രയും വർഷം പഴക്കമായി അദ്ദേഹത്തിന്, അതുകൊണ്ട് ഇപ്പം കുറേയൊക്കെ അങ്ങ് മിനുസമായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, ഈ ഒരു നദിയൊക്കെ പുറപ്പെടുന്ന അതിൻ്റെ ഉത്ഭവ സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഈ കല്ലൊക്കെ ഇങ്ങനെ വരുമല്ലോ, ആ സമയത്ത് ആ കല്ലൊക്കെ കൂർത്ത് പലയിടത്തും ഇങ്ങനെ കൂർത്ത് മൂർത്ത കല്ലുകളാ, അതിങ്ങനെ ഒഴുകി 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 ഒരേ സമയം റോളിംഗ് സ്റ്റോൺസ്, ഇങ്ങനെ കല്ല് ഒഴുകി 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 വന്ന് ഇതങ്ങ് ഉരുണ്ടങ്ങ് മിനുസമുള്ളതാകും. എന്നതുപോലെ നമ്മുടെ ആ പാസ്റ്ററും ഇത്രയും വർഷം ശുശ്രൂഷകളൊക്കെ ആയതുകൊണ്ട് പുള്ളി അങ്ങ് ഒഴുകി അങ്ങ് മിനുസമുള്ള ആളായി നമുക്ക് പുള്ളി ആവശ്യപ്പെടാം. ഞാൻ ചിരിച്ചത് കേട്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, നമ്മുടെ ജോലിയിൽ, ഈവൻ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ പോലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാ. പക്ഷേ ദൈവം ഇങ്ങനെ ഒന്നുമുള്ള മാറ്റങ്ങൾക്ക് വിധേയനല്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമോ അതിനങ്ങേ പ്രാവശ്യമോ മറ്റോ നാട്ടിൽ പോയപ്പം ഞാൻ മക്കളെ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞു പറ്റാ. അപ്പോൾ സൂസൻ്റെ പപ്പ പറഞ്ഞു, വഴക്ക് പറയാതെ കുഞ്ഞുങ്ങളെ, കുഞ്ഞ് അങ്ങനെയൊക്കെ. എന്നാലും സൂസൻ പപ്പയോട് പറയുന്നത് കേട്ടു, ഈ സ്നേഹവും കരുതലും ഒന്നും മക്കളോട് കാണിച്ചില്ലല്ലോ എന്ന്. വല്യപ്പനും വല്യമ്മയും കൊച്ചുമക്കളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒന്നും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. വല്യമ്മമാരും ഒക്കെ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. കൊച്ചുമക്കളോട് ഭയങ്കര ഔദാര്യ കാണിക്കുന്നേ, പക്ഷെ ആ കരുതലൊന്നും മക്കളോട് കാണിച്ചിട്ടില്ല. മൂത്ത മക്കളും ഇത് തന്നെ അപ്പനോടും അമ്മയോടും പറയും, ഇളയ മക്കളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒന്നും എന്നോട് കാണിച്ചിട്ടില്ലല്ലോ. ശരിയാ, നമ്മുടെ പ്രായത്തിനും ഒക്കെ അനുസരിച്ച് ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഉണ്ടായി. പക്ഷേ യേശു അനന്യനെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിന് ഇങ്ങനെയൊന്നുമുള്ള മാറ്റത്തിൻ്റെ ആവശ്യങ്ങളില്ല. അങ്ങനെ ഒന്നുമുള്ള മാറ്റമില്ലാത്തവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അവൻ മാറാത്തവൻ, മാറ്റമില്ലാത്തവൻ. സ്തോത്രം. നീയോ അനന്യൻ തന്നെ, അനന്യൻ തന്നെ. സ്തോത്രം. നമ്മുടെ കർത്താവ് അനന്യനായ ദൈവമാണ്. സ്തോത്രം. സ്തോത്രം.
Psalms 95 verse 11. And to whom I swear in wrath that they should not enter into my rest. Even when God is not angry, the decision will be the same. Does anger have any role in that decision? We cannot say anger had any role in his decision. That is God's never changing nature. That is based on his characteristic. And therefore, we cannot say it was moved with anger. No. 95-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ എനിക്ക് ആ തലമുറയോടൊക്കെയും ക്രോധമല്ലെങ്കിൽ കോപമുണ്ടായി. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അത് ദൈവത്തിൻ്റെ നേച്ചറാണ്. അനീതിക്കും പാപത്തിനുമെതിരായ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ഒരു പ്രകൃതം മാത്രമാണ് അത്. ആ തീരുമാനം ദൈവത്തിൻ്റെ ക്രോധത്തിൽ എടുത്തതല്ല. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിത്യമായ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ആ ക്രോധം നമ്മൾ ക്രോധിക്കുന്നത് പോലെയുള്ള വികാരത്തിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ക്രോധം അല്പം കഴിയുമ്പോൾ അങ്ങ് ശമിക്കും. ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുള്ളതുപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. മക്കളോട് ഞാനങ്ങ് പുൾപ്പിറ്റിൽ നിൽക്കുക, പിള്ളേരവിടെ ഫ്രണ്ടിൽ ഇരുന്ന് എന്തെങ്കിലും അന്നേരം ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ പിച്ചി, ഒന്നും അടിക്കാനും വഴക്ക് പറയാൻ പറ്റില്ലെങ്കിലും പിച്ചി അവരുടെ തൊലി എടുത്തേനെയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ കണ്ണു കാണിക്കുന്നു, വീട്ടിൽ വരട്ടെ തരാമെന്ന്. പിള്ളേർ പേടിച്ചിരിക്കുക. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പം സംഭവം ഓർമ്മയുണ്ട്. പക്ഷെ അന്നേരം തോന്നിയ ആ കോപം എന്ന വികാരം എന്നിലേതങ്ങ് തണുത്തു. പിന്നെ ചിലപ്പം വിളിച്ചൊന്ന് വഴക്ക് പറയും. വഴക്ക് പറയുമ്പോഴും ആ ഒരു ദേഷ്യം ഇല്ല, അന്നേരം തോന്നിയ ദേഷ്യം. അതാണ് നമ്മുടെ വികാരം. ഇതുപോലെയുള്ള വികാരങ്ങൾ ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ വികാരങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇവരോട് ക്രോധം തോന്നി അല്ലെങ്കിൽ ക്രോധത്തിൽ സത്യം ചെയ്തു എന്ന് 95-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം ദൈവം തന്റെ ക്രോധത്തിൽ എടുത്തൊരു തീരുമാനമല്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ക്രോധം മാത്രമാണ് അവരുടെ മത്സരത്തിനെതിരെ. അതെപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. ആ തീരുമാനവും ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള തീരുമാനമാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തള്ളലല്ല നമ്മിലേതുപോലെ. അതുകൊണ്ട് തീർച്ചയായും ആ ക്രോധം കർത്താവിൻ്റെ തീരുമാനത്തെ ബാധിച്ചിട്ടില്ല. അങ്ങനെ ബാധിക്കുകയില്ല. അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ നമ്മെപ്പോലെ, അതുകൊണ്ട് ആ ദൈവം മറ്റൊരു ഭാഗത്ത് പറയുന്നത് അനുതപിക്കുവാൻ അവൻ മനുഷ്യപുത്രൻ അല്ലല്ലോ. അവിടെ അനുതപിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും ഇത് തന്നെയാണ്. ദേഷ്യം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മാറി, അങ്ങനെ. നോ, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ സ്വഭാവങ്ങളും നിത്യമാണ്. രാവിലെ ഒന്ന് തീരുമാനിച്ചിട്ട് വൈകിട്ട് മറ്റൊന്ന് തീരുമാനം മാറ്റുന്നവനല്ല ദൈവം, നമ്മുടെ വികാരങ്ങളെ പോലെ. അതുകൊണ്ട് ക്രോധം, അങ്ങനെയുള്ള വികാരങ്ങളൊന്നും ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ ബാധിക്കത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നിത്യമായിട്ടുള്ളതാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇങ്ങനെ മാറ്റമില്ലാത്ത
ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത എക്ലിപ്സ് പോലെ, സൂര്യഗ്രഹണം പോലെ, ചന്ദ്രഗ്രഹണം പോലെ മാറി മാറി വരുന്ന വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നിത്യനാണ്. ആ ദൈവത്തെ നമുക്ക് ദൈവമായി ലഭിച്ചതുകൊണ്ട് ആ നിത്യനായ ദൈവത്തെ നമുക്ക് സേവിച്ചും സ്നേഹിച്ചും മുൻപോട്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ വീണ്ടും നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.